ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതിൻ്റെ കാര്യമൊന്നും അലഹംദുലില്ലാ. അപ്പോൾ ഇന്ന് രാവിലത്തെ കാര്യങ്ങളെല്ലാം ഇന്ന് വത്സന വെക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ചൂരയും കുറച്ച് കൊഞ്ചും ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസ് വെള്ളത്തിലല്ല വെളിയിൽ വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസെല്ലാം മാറി ഞാൻ അതെല്ലാം എടുത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെട്ടിയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് കോവയ്ക്കായും കൂടെ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ ദാണ്ടേ എല്ലാം ഞാൻ വെട്ടി ക്ലീൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ആക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ, അതിനാണ് ഉമ്മച്ചി ഇതെല്ലാം കാണിച്ചത്. ആരും പറയത്തില്ലല്ലോ. ഞാൻ പക്ഷെ അതൊക്കെ പോയി എന്റെ റാപ്പേ അതിനെ പറ്റിട്ട് വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടായതാ. അതാരാന്ന് പറഞ്ഞു നിർത്തിയ പരിപാടി ആരാന്ന് പറ പറഞ്ഞിട്ട് എന്തിനാ കഷ്ടമല്ലേ, ഒന്ന് പറയട്ടെ. ബ്ലാക്ക് പേന അത് അവന് വേണം. അതാ ഒരെണ്ണം എനിക്കാണ്. നിനക്കുണ്ടല്ലോ കൊച്ചേ. എനിക്ക് ബ്ലാക്ക് എന്നെ പേടിപ്പിക്കാനിരിക്കുകയാണോ നീ? എനിക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കത്തില്ല. മൊത്തം പച്ചബ്ലാക്ക് കൊടുക്കുന്നത്, കാരണം ഞാൻ ബ്ലാക്ക് പേന വെച്ചിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ബ്ലാക്ക് പേന ചെയ്യുന്നവരുണ്ട്. ഇനി നീ വെട്ടം പറയാതിരിക്കുക. ഞാൻ വെട്ടം പറയുന്നില്ല. ഉണ്ടാ സൗണ്ട് കുറയ്ക്ക്, ഒച്ച ഇടരുത്. കിട്ടൊന്ന് പിടിച്ചേ. ഇന്ന് കിട്ടിയ ലെറ്ററാണ് അമ്മച്ചെ കാണിച്ചത്. ലാസ്റ്റ് ആഴ്ചയില്ലേ, അതിന് വെളിപ്പെടുത്തണ്ട. നീ പോയി പഠിക്കാൻ നോക്ക്. ശരി, ഞാൻ നാളെ പഠിക്കട്ടെ. പിന്നെ എന്തിനാണാവോ ഇവിടെ നിക്കുന്നത്? ആ, എന്റെ കണ്ണിന്റെ വൈബ്രേഷൻ കണ്ട? ഉടുപ്പ് കിട്ടും. ഇത് ഉടുപ്പ് കിട്ടുന്നില്ല, ഇത് നരമ്പിന്റെ അസുഖമാ. ഒന്നെങ്കിൽ പുതിയ ഉടുപ്പിട്ട്, അല്ലെങ്കിൽ അതൊക്കെ പണ്ട്. ഈ അടുത്തേക്ക് നല്ല ഉടുപ്പുണ്ടായിരുന്നു. അത് നല്ല പ്രശ്നം അല്ല. നിങ്ങൾക്ക് ഉടുപ്പ് കിട്ടിയല്ലോ, അത് ഉടുപ്പ് കിട്ടാനാ. ഞാൻ വെച്ചാൽ ഉണ്ടെന്ന് നല്ല ആശിച്ചു. ഞാൻ പൈനാപ്പിൾ വേണ്ട, അതൊക്കെ സമയമാകുമ്പോ ഞാൻ എടുത്തോളാം. സമയമാകുമ്പോ അളിഞ്ഞു. എനിക്ക് ഇന്നും ഒരു ചെറിയ മൂക്കടപ്പും ജലദോഷം ഉണ്ട്. ഒന്ന് പോ കൊച്ചേ. ഇത്ര എനിക്ക് ചാളാന മൂക്കടപ്പ് ഒന്നും പോകത്തില്ല. അവിടെ വെക്കത് ഇല്ല. എന്റെ പച്ചക്കറി പാത്രം എടുക്കട്ടെ. ഞാൻ പറയും. അതെന്തോ ഉണ്ട് കാണിക്കാൻ. അതിനകത്ത് മുട്ടയുണ്ട് കാണിക്കാൻ. ദുരുദ്ദേശം കുക്കുംബറ എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകും. നെക്സ്റ്റ് പച്ചക്ക. അതെന്തുവാ വീണ് പൊട്ടും. എന്തായാലും എടുത്തല്ലേ. അതെ, ഉപ്പും മുളകിട്ടൊക്കെ വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോ ഞാൻ കടു താളിച്ചിടാം. കാര്യമില്ല, ഞാൻ ചെയ്യും. കഴിച്ചിട്ടാ പറ്റിയത്. അരിഞ്ഞൊരു പാത്രത്തിലിടാം, അപ്പൊ എനിക്കും കഴിക്കാം. എനിക്ക് തരത്തിലും എനിക്ക് അറിയാമല്ലോ. ഇത്രയും വല്യമ്മ വിളിക്കുന്നതെന്ന് പറഞ്ഞു. വേറൊരു ബൗളിനകത്തിട്ട് ആവശ്യമുള്ള മുളക് എടുത്താൽ മതി. ബാക്കി പിന്നെ അവിടെ മൂടി വെക്ക്. എത്രയും കൂടെ മുളക് പൊടി കഴിക്കരുത്, വയറിന് അസുഖം പിടിക്കും. ഒരു സ്പൂൺ അത് മുളക് പൊടി ഒത്തിരി ആട്ടോ. അത്
ടോക്സിക് അല്ല അത്, അത്രയും മുളക് പൊടിയും കൂടെ കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അല്ലാതെ ടോക്സിക്കിന്റെ അല്ല. ഇത്രയും ദിവസമായിട്ട് TP-യുടെ പേപ്പർ കാണിച്ചതാ. ഇന്ന് എന്തായാലും പതിയില്ലാതെ മോള് കുറച്ച് നേരം കാര്യം പറയാനൊക്കെ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അവളുടെ ചെറിയ ചെറിയ വർത്തമാനങ്ങളും കാര്യങ്ങളും തമാശയും ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത്. ശരിക്കും പിള്ളേരുമായിട്ട് എപ്പോഴും നമ്മൾ ക്ലോസ് ആയിട്ട് സംസാരിക്കുകയും അവരുടെ സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയണം. അതായത് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ അവരുടെ പിന്നെ സ്കൂളിലെ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് അവർ പറയാൻ അവർക്ക് തോന്നും. മോളുടെ അടുത്ത് കുറേയൊക്കെ ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ പിന്നെ വളരെ എന്താണ് ഫ്രണ്ട്ഷിപ്പായിട്ടും സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും പല കാര്യങ്ങളും സ്കൂളിലെ പല വിഷയങ്ങളും വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പറയും. ചില സമയത്ത് ഞാനത് ശ്രദ്ധിക്കത്തില്ല, പറഞ്ഞോട്ടെന്ന് കരുതും. എന്നാലും നമുക്ക് ചിലപ്പോൾ മൈൻഡ് നിൽക്കത്തില്ല. കാരണം നമ്മൾ കിച്ചണിൽ വേറെ എന്തെങ്കിലും വർക്കിലായിരിക്കും. അപ്പം അവർ വലിയ കാര്യത്തെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ വലിയ കാര്യത്തെ തന്നെ മൂളിയൊക്കെ കേൾക്കും. പക്ഷേ ഒന്നും എൻ്റെ മൈൻഡിലിരിക്കത്തില്ല. പിന്നെ ചിലത് അവളുടേതായിട്ട് വല്ലതൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മുടെ മൈൻഡിലോട്ട് അത് കയറുന്നത്. എന്നാലും അവർ മൊത്തം പറയുന്ന എല്ലാം ഞാനിങ്ങനെ മൂളി ചില സമയത്ത് ചിലതിനൊക്കെ മറുപടി കൊടുക്കും. അപ്പം അങ്ങനെ അവരോടെപ്പോഴും ഇങ്ങനെ ക്ലോസ്ലി ആയിട്ട് നമ്മളെപ്പോഴും പിന്നെ സംസാരിച്ചുകൊണ്ടും അവരുടെ കാര്യങ്ങൾ അറിഞ്ഞും അപ്പോൾ അവർ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ എല്ലാം പറയും നമ്മുടെ അടുത്ത്. കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒന്ന് കാണാൻ പോലും ഇല്ല, ഇരുട്ട് മൂടിയിരിക്കുന്നു. കഴിക്കുക കണ്ട, ചില്ലറയല്ല മുളക് പൊടി കണ്ട. എന്ത് ടേസ്റ്റാണ് ഇതിനുള്ളത്. വീഡിയോയ്ക്ക് മാത്രമായിട്ട് തള്ളിയൊന്നും വിടുക, ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നു. മറ്റേ എടുക്ക്, അത് അത്ര കുറച്ചേ ഉള്ളു. അതും തിന്ന് തീർത്ത് വെച്ചല്ലോ. മേടിച്ച് എന്നിട്ട് പിന്നെ തിന്നാനുള്ളതല്ലേ ഇതൊക്കെ. എന്റെ ബ്രദർ തിന്നില്ലാത്തതാ. ബ്രദർ തിന്നോളൂ. ബ്രദർ ഇപ്പൊ റെസ്റ്റ് എടുക്കുക. കഴിഞ്ഞ് എന്റെ മന്തി എന്തെങ്കിലും ചോദിച്ചു വരും. റെസ്റ്റ് എടുക്കുക. ഫോൺ നോക്കി റെസ്റ്റ് എടുക്കുക. അതിപ്പോഴല്ലേ ഫോൺ നോക്കാൻ തുടങ്ങിയത്. ഇപ്പൊ സ്കൂളിൽ നിന്ന് ഉറങ്ങുമായിരുന്നു. കണ്ട, കാണിച്ചു കൊടുക്കൂടി. അതാണ്ട് ഇത്രയും മുളക് പൊടി എടുത്ത് എന്നിട്ട് അതിൽ നിന്ന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോ ഇച്ചിരി എടുത്ത് മാറ്റി ഇത്രയാക്കി. എന്നിട്ട് ഇപ്പൊ ദേ വേണ്ട, എന്റെ കുഞ്ഞിന് വായിരിക്കുന്നു. എന്തോന്ന് മുളക് കൂട്ടിയിട്ട് എരിവെന്നല്ല ഗായ്സ്, കുക്കുംബർ അല്ലേ ഇനി തിന്നാൻ. പിന്നെ നീ കാണിച്ചെന്തുവാ? ഇപ്പൊ കാണിച്ച് എന്തുകൊണ്ട് മുളക് പൊടി മുളക് ഇതൊന്നും എനിക്ക് എരിവേ. അത് നമ്മൾ കുറച്ചിങ്ങനെ അവളുമായിട്ട് മോളുമായിട്ട് തമാശയ്ക്കൊക്കെ സംസാരിക്കുമ്പോഴാണ് അവളും കുറച്ചൊക്കെ ഇതൊക്കെ തമാശ പറയുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ഇച്ചിരി സംസാരിക്കുന്നതൊക്കെ വെറും തമാശയാണ്. കുറേ നേരം ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നിട്ട് പതിയെ അപ്പുറത്ത് പോയി മുറിക്കകത്ത് പോയിരുന്ന് എന്തൊക്കെയോ കുറേയൊക്കെ പഠിക്കുകയും ഒക്കെ നോക്കുകയൊക്കെ ചെയ്തിട്ട് മാർക്കിടന്നങ്ങ് ഉറങ്ങി. ഇനിയിപ്പോൾ രാവിലെ 5 മണിക്ക് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയിരിക്കുന്നത്. മിക്കവാറും 5 മണി കഴിഞ്ഞ് ഇന്നും എൻ്റെ അടുത്ത് 5 മണിക്ക് വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ 5:45. പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.